പൗരത്വ നിയമ ഭേദഗതി ചട്ട വിജ്ഞാപനം പുറപ്പെടുവിക്കാനുള്ള ഒരു നീക്കത്തിലാണല്ലേ കേന്ദ്ര സർക്കാർ ഉള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുന്നതിന് മുന്നോടിയായി തന്നെ. വിനിഷ, തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ഉടൻ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റുകളൊക്കെ പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണ്. അതിന് മുമ്പേ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ വിവാദമായ പൗരത്വ നിയമ ഭേദഗതിയുടെ അന്തിമ വിജ്ഞാനം പുറത്തിറക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം, അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം. 2019 ഈ നിയമം പാസ്സാക്കിയത്. എന്തായാലും ഇനി ഈ നിയമം അതിൻ്റെ അന്തിമ വിജ്ഞാപനം വൈകിപ്പിക്കില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. വലിയ രീതിയിലുള്ള ഈ പുതിയ നിയമം പുതുക്കിയ പൗരത്വ നിയമ ഭേദഗതി നിയമം കൊണ്ടുവരുന്നതിനെതിരെ രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതിൻ്റെ ഈ അന്തിമ വിജ്ഞാപനവും ചട്ടങ്ങളും ഒക്കെ പുറത്തിറക്കുന്നത് വൈകുകയൊക്കെ ചെയ്തത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പുറത്തിറങ്ങുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. മതവിവേചനത്തെ തുടർന്ന് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും എത്തിയ മുസ്ലിങ്ങൾ ഒഴികെയുള്ളവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാൻ യോഗ്യത എന്നാണ് ഇതിലെ ഈ ഭേദഗതി എന്ന് പറയുന്നത്. ഇതിനെതിരെയായിരുന്നു വലിയ രീതിയിലുള്ള രാജ്യവ്യാപക പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറിയത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ചട്ടങ്ങൾ എല്ലാം പൂർത്തിയാണ്. ഈ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ പോർട്ടലൊക്കെ ഉടൻ തന്നെ പുറത്തിറങ്ങും. നിയമങ്ങളൊക്കെ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഓൺലൈൻ പോർട്ടലും അതിനായിട്ട് സജ്ജമായി കഴിഞ്ഞു എന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ തന്നെ പൗരത്വം സംബന്ധിച്ച മുഴുവൻ പ്രക്രിയയും ഇനി ഓൺലൈൻ വഴിയാകും സാധ്യമാകുക. അപേക്ഷകർ യാത്രാരേഖകൾ ഇല്ലാതെ ഇന്ത്യയിൽ പ്രവേശിച്ച വർഷം സ്വമേധയാ പ്രഖ്യാപിക്കുന്ന സത്യവാങ്മൂലം സമർപ്പിക്കണം. അതുപോലെ തന്നെ അപേക്ഷകരിൽ നിന്ന് മറ്റൊരു രേഖകളും ഈ ഓൺലൈനായിട്ട് പോർട്ടലിലൊക്കെ സമർപ്പിക്കുമ്പോൾ ആവശ്യപ്പെടില്ല എന്നൊക്കെ ഈ കേന്ദ്രത്തിലെ ഉന്നത വൃത്തങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതിനോടൊപ്പം തന്നെ ഈ കേന്ദ്ര വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഡിസംബർ 31 വരെ, 2014 ഡിസംബർ 31 വരെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം ഇതര കുടിയേറ്റക്കാർക്ക് പൗരത്വം ലഭിക്കും വിധമാണ് നിയമം വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായിട്ട് BJP ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം. നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്ന ഒരു സംഭവം തന്നെയാണ് പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്നത്. 2019 ഈ നിയമം പാസ്സാക്കിയപ്പോൾ തന്നെ നമുക്കറിയാം രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറിയതും ഇതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ ഈ നിയമം അന്തിമ വിജ്ഞാപനം, ഇതിൻ്റെ ചട്ടങ്ങളൊക്കെ അന്തിമ വിജ്ഞാപനം ചെയ്ത് നീട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ അന്തിമ വിജ്ഞാപനം ഉടൻ തന്നെ പുറത്തിറക്കും. ഇനി വൈകിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. വിനീഷ.